ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 2 ശർക്കര പൊടിച്ചതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ അരിക്കാനുള്ള മടിയുണ്ട്, അതിലേക്ക് അങ്ങ് തേങ്ങ ചിരകിയത് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് ഈ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊരു നെയ്യ് ചേർക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കൊഴുക്കട്ടേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 ബോൾസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവുക. എന്നിട്ട് ഒരു ബോൾ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ചെറിയ കുഴി പോലെ ആക്കിയെടുക്കുക. അതിനുള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങൻ്റെയും ശർക്കരൻ്റെയും ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പം റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ചിലവരൊക്കെ ഇതിൻ്റെ മോൾഡൊക്കെ വെച്ചിട്ട് പല പല ഷേപ്പിലാക്കാറുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ആവിയിൽ ഒരു 10-15 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മളെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.